കേൾക്കാമെങ്കിൽ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ആ സ്ഥലത്തെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ശ്രീജിത്തിന്റെ ക്യാമറ പോകുന്നത് സൈന്യം അപ്പുറം കടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന മേഖലയിലേക്കാണ്. ഒരുപക്ഷെ ഇവിടെ ഏറ്റവും വെള്ളത്തിന്റെ ഒരു ഒഴുക്കുള്ള പ്രദേശം തന്നെയാണ്. പക്ഷേ 122 ബറ്റാലിയന്റെ കോഴിക്കോട് വെസ്റ്റിൽ നിന്നുള്ള സംഘം എങ്ങനെയും പുഴ മുറിച്ചു കടക്കാനുള്ള ശ്രമത്തിലാണ്. അവർ അതിനാദ്യം ഇവിടെയുള്ള ഒരു പ്രദേശവാസിയുടെ സഹായം തേടിയിരിക്കുകയാണ്. അദ്ദേഹം പുഴയുടെ ഒഴുക്കിനെ കുറിച്ചും അതിന്റെ ഒരു ആഴത്തെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പുഴയിൽ ഇറങ്ങിയിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അവരെങ്ങനെയും അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ആദ്യം ഒരു ഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് അവർ ഉപേക്ഷിച്ചു. പിന്നീട് കുറച്ച് അല്പം കൂടി മാറി സ്കൂൾ കെട്ടിടത്തിലേക്ക് റോപ്പ് കെട്ടിക്കൊണ്ട് അപ്പുറത്ത് കടക്കാനുള്ള ഒരു ശ്രമമാണ് കോഴിക്കോട് വെസ്റ്റിൽ 122 ബറ്റാലിയന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഭാഗം, ഈ സ്കൂളിന്റെ ഒരു ഭാഗം. സ്കൂളിന്റെ മറുഭാഗത്ത് നമ്മൾ നേരത്തെ ഒരു മൃതദേഹം അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ പാലം. അതാണ് ഈ വയനാട്ടിലെ മേപ്പാടിയെയും ചൂരൽമലയെയും മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ഒറ്റപ്പെട്ട പ്രദേശവുമായി ബന്ധിപ്പിച്ചിരുന്ന ഏക പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആ പാലത്തിലാണ് NDRF സംഘം അവരുടെ റോപ്പ് സ്ഥാപിച്ചുകൊണ്ട് മൃതദേഹങ്ങളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽപ്പെട്ട ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശവാസികൾ നമ്മോട് പറയുന്നതനുസരിച്ച് ഒഴുക്ക് കൂടിക്കൂടി വരികയാണ്. രാവിലെ ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഏകദേശം സമയം 1:30 രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു. അതിനിടയ്ക്ക് ഒരു അല്പം ഒഴുക്കിന് കുറവ് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒഴുക്ക് കൂടിക്കൊണ്ട് വരുന്നു എന്നുള്ളത് പ്രദേശവാസികൾ ഒരു മുന്നറിയിപ്പ് എന്നോളം നമ്മോട് പറയുന്നുണ്ട്. നമുക്ക് ഒരല്പം ഭീതിയോടെ മാത്രമേ രക്ഷാപ്രവർത്തകർക്കാണെങ്കിലും മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ മനുഷ്യ സ്നേഹമുള്ള മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നത് വലിയ ഭീതിയോടുകൂടി തന്നെയാണ്. കാരണം ഇന്നലെ 1:30 ഒരു ഉരുൾപൊട്ടലുണ്ടായി. അതിനുശേഷം പിന്നീട് 4 മണിക്ക് രണ്ടാമത്തെ ഉരുൾപൊട്ടലിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഈ ചൂരൽമല പ്രദേശത്തുണ്ടായത്. അതിനുശേഷം മറ്റൊരു ഒരു ഭീതിയോടെയുള്ള സാഹചര്യത്തെ നേരിടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക രക്ഷാപ്രവർത്തകർക്കാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകർക്കാണെങ്കിലും എല്ലാവർക്കുമുണ്ട്. മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട്. എല്ലാവരും തങ്ങളുടെ ജീവൻ പോലും അപകടത്തിലായേക്കാം എന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ വലിയ ദുരന്തത്തിന്റെ ഈ വ്യാപ്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടോ എന്നും അന്വേഷിച്ചുകൊണ്ട് ഈ ദുരന്തമുഖത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് എൽദോ. ഏതായാലും ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം, ഇതെല്ലാം മിലിറ്ററി ഫോഴ്സ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ സൈന്യം എത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉന്നയിച്ചിരുന്നത്. സൈന്യത്തിൽ ഒരു ബറ്റാലിയൻ, ഏറ്റവും അടുത്തുനിന്നുള്ള ബറ്റാലിയൻ ഏകദേശം 1 മണിയോടുകൂടിയാണ് ഈ ചൂരൽമലയിൽ എത്തിയത്. ഇനി മറ്റ് 1-2 ബറ്റാലിയൻസ് മദ്രാസിൽ നിന്നും അതുപോലെ തന്നെ ഊട്ടിയിൽ നിന്നൊക്കെയുള്ള ബറ്റാലിയൻസ് അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമാണ്. അതുപോലെ എയർ ലിഫ്റ്റിംഗ് മാത്രമാണ് അപ്പുറത്തുള്ള ആളുകൾ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള മാർഗമെന്നും പ്രദേശവാസികൾ വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ എയർ ലിഫ്റ്റിങ്ങിന് ഉള്ള ഒരു സാഹചര്യം, ഈ കനത്ത മഴയുടെ സാഹചര്യം, മലകളും കുന്നുകളുമാണ്, തേയിലത്തോട്ടങ്ങളാണ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ആണ്, അതുപോലെ തന്നെ വലിയ മരങ്ങളാണ്. എവിടെയും ഹെലികോപ്റ്റർ ഇറക്കാനുള്ള ലാൻഡിങ്ങിനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതാണ് ഹെലികോപ്റ്റർ എയർ ലിഫ്റ്റിങ്ങിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് ഇവിടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ ആളുകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ സൈന്യത്തിലാണ്. സൈന്യം എത്തിയതോടുകൂടി അവർ കാര്യങ്ങൾ ദ്രുതഗതിയിൽ നീക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പോലും ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ അവർ തുടക്കത്തിൽ അവരുടെ എല്ലാ തരത്തിലും ഈ വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് അപ്പുറം കടന്നുകൊണ്ട് അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നമ്മളിപ്പോൾ നേരത്തെ ഫോൺ കോളിലൊക്കെ ചില ആളുകൾ നമ്മോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല, മൃതദേഹങ്ങൾ മരങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചകൾ കാണുന്നു, ആളുകൾ കാലും കൈയും മറ്റു കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും ഒന്ന് വരണേ എന്ന് വീണ്ടും അവിടുന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് സൈന്യത്തിന്റെ പ്രഥമ പരിഗണന. പക്ഷേ അവർക്ക് പോലും ഈ മലവെള്ളപ്പാച്ചിലിന്റെ കുത്തൊഴുക്ക് വീണ്ടും കൂടുകയാണ്. ദൃശ്യങ്ങളിൽ, ശ്രീജിത്തിന്റെ ദൃശ്യങ്ങളിൽ കാണാനാകും, കനത്ത മഴയാണ്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നേക്കാൾ മഴ കനത്ത് വരികയാണ്. അതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ദൗത്യത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അത് വളരെ ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ് അവരെ സംബന്ധിച്ചുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. നേരത്തെ ഒരു പ്രദേശവാസിയെ കൊണ്ട് ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്കൊന്ന് അളക്കുന്നതിന് വേണ്ടി ഒരാളെ അവർ ഇറക്കി. കാരണം ഇവിടുത്തെ ഈ പുഴയുടെ ഗതി അറിയുന്നത് ഇവിടെയുള്ള ആളുകൾക്കാണ് ഒരുപക്ഷെ സൈന്യത്തെക്കാൾ കൂടുതൽ. പക്ഷെ അവരൊക്കെ പറയുന്നത് ഇതിലേക്ക് ഇറങ്ങുന്നത് റിസ്ക് ആണെന്നാണ്. രാവിലെ മുതൽ NDRF സംഘം പലതവണ
വെള്ളത്തിൽ ഇറങ്ങി അപ്പുറം കടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് റോപ്പ് കെട്ടിക്കൊണ്ട് മൃതദേഹങ്ങളൊക്കെ മുകളിൽ നിന്ന് മൃതദേഹം മാത്രമായി ഇപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു രീതി അവർ പിന്തുടർന്നത്. ഏതായാലും രണ്ടിടങ്ങളിലായി ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പുഴയെ മുറിച്ചു കടക്കാനുള്ള ഒരു ശ്രമങ്ങൾ തുടരുകയാണ്. എൽദോ, ഷബീർ, ഈ ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. അതുപോലെ പുഴയിലെ ഒഴുക്ക് അത്രമാത്രം ഭയങ്കരമാണ്. ആ പ്രദേശവാസിയെ പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തട്ടിത്തെറിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തന്നെ കണ്ടാൽ തന്നെ വ്യക്തമാകുന്നു എത്രമാത്രം ശക്തമാണ് ആ പുഴ ഒഴുകുന്നത് എന്ന്. ഷബീർ, ഈ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു ഏതാണ്ട് 700ഓളം പേർ അവിടെ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ട് എന്ന്. അത്രമാത്രം ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടാകുമ്പോൾ എത്ര പേരുണ്ട് അവിടെ എന്നതിൽ ഏകദേശ ധാരണയെങ്കിലും പ്രാദേശിക നേതൃത്വം എന്തെങ്കിലും നൽകുന്നുണ്ടോ? ഈ മുണ്ടക്കൈ ഭാഗത്തെ പറ്റി കൂടുതലും വിവരങ്ങളൊന്നും പുറത്തു വരാത്ത സാഹചര്യത്തിലാണ് ഈ സംശയം. എൽദോ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. നമുക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ്. നേരത്തെ നമ്മൾ മിനിസ്റ്ററോട് ചോദിച്ചപ്പോഴും മിനിസ്റ്റർ പറഞ്ഞത് മുണ്ടക്കൈയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് ഈ ദൗത്യ സംഘം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ സൈന്യം എത്തണമെന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിച്ചത്. പക്ഷേ സൈന്യം എത്തിയിട്ട് പോലും അവർക്കും ഈ പുഴയെ ക്രോസ് ചെയ്യാനാവുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ ഏത് രീതിയിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു പ്രദേശവാസിയുടെ സഹായത്തോടു കൂടി വെള്ളത്തിലിറങ്ങാനുള്ള ശ്രമം. രണ്ടാമത്തെ സ്ഥലവും എനിക്ക് തോന്നുന്നു വിഷ്വൽ കൃത്യമാണെങ്കിൽ അതിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ശ്രമവും അവർ ഉപേക്ഷിച്ചു എന്ന് വേണം കരുതാൻ. കാരണം അവിടെയും അവർക്ക് ഇറങ്ങാനുള്ളൊരു സാഹചര്യം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അവർ മറ്റൊരു വഴി തേടുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ പുഴയുടെ ഒരു കുത്തൊഴുക്ക് അത് മഴ കനക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴിയായിട്ട് സൈന്യവും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും കാണുന്നത്. പക്ഷേ അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു മാർഗം തെളിയാത്തത്, അല്ലെങ്കിൽ ഈ പുഴയുടെ കുത്തൊഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോകാൻ സാധിക്കാത്തത് തന്നെയാണ് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിരിക്കുന്നത്. അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത് അവിടേക്ക് ഇതുവരെ രക്ഷാപ്രവർത്തകരും ആരും എത്തിയിട്ടില്ല എന്നാണ്. നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ NDRFന്റെ ഒരു സംഘം ഈ മഴവെള്ളം ഒലിച്ചു വന്ന ഒരു അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചു വന്ന ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയിലൂടെ NDRFന്റെ സംഘം മുകളിലേക്ക് കയറാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതും പാളിപ്പോകുന്ന കാഴ്ചയാണ്. ആ തരത്തിലും അവർക്ക് അവിടേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയുള്ളത് ഈ പുഴയെ മറികടക്കുക എന്നുള്ളത് മാത്രമാണ്. അവരൊരിക്കൽ കൂടി മറ്റൊരിടത്ത് നേരത്തെ ശ്രമിച്ച സ്ഥലത്ത് തന്നെ ആ മരത്തിൽ റോപ്പ് കെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടുന്ന് ആളുകൾ പോയി അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ല. നേരത്തെ എൽദോ ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം എന്നോണം ഇപ്പോൾ ഈ ചൂരൽമലയിൽ നിന്നും 3 കിലോമീറ്ററാണ് ഈ പുഴയ്ക്കപ്പുറത്തുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന മലമുകളിലേക്കുള്ളത്. അവിടെ നിന്നൊരു 5-6 കിലോമീറ്റർ താഴേക്ക് നടന്നാൽ, അതായത് നിലമ്പൂർ ഭാഗത്തേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററിൽ താഴെ നടന്നു കഴിഞ്ഞാൽ മലപ്പുറത്തിൻ്റെ അതിർത്തി എത്തും. പക്ഷേ അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള വഴികളുമില്ല. അത് പൂർണ്ണമായിട്ടും കാനന പാതയാണ്. അതിലൂടെ നടന്ന് തന്നെ വേണം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഒരു പ്രശ്നം കൂടെയുണ്ട്. പിന്നെയുള്ള വഴി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ എൽദോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, സൈന്യം മറുവശത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മുണ്ടക്കൈ ഭാഗം അത് ഒരു ആശങ്കയെ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങോട്ടേക്ക് കടക്കാനുള്ള ശ്രമം അത് സൈന്യം നടത്തുന്നു. പക്ഷേ അംഗങ്ങൾ തിരികെ മുകളിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളും കാണാം. ഇനി മറ്റൊരു ഓപ്ഷനാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് സംശയകരം. എന്നാലും സൈന്യം എത്തിയതോടുകൂടി കൂടുതൽ വേഗം കൈവരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നാട്ടുകാർക്കുണ്ട്. പക്ഷേ മുണ്ടക്കൈ ഭാഗത്തേക്ക് അവർക്ക് എത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചൂരൽമലയിൽ ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള രക്ഷാപ്രവർത്തകരുണ്ട്. പക്ഷേ അപ്പുറത്ത് മുണ്ടക്കൈ ഭാഗത്താണ് NDRFന്റെ ഏതാനും ആളുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇതിനോടകം മരണനിരക്ക് 62 ആശങ്കയുടെ കണക്കുകളാണ് വരുന്നത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് മുണ്ടക്കൈയിലും ഉള്ളത് എന്നുള്ളതാണ്. എന്നാലും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ കണക്കുകളൊക്കെ എത്തേണ്ടതുണ്ട്. അതൊന്നും ഇതുവരെയും തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഹലോ ഷബീറിലേക്ക് വീണ്ടും. ഷബീർ,